എടി പ്ലീസ്, ഇന്നെങ്കിലും എനിക്ക് പോസിറ്റീവായിട്ടൊരു മറുപടി ഒന്നുകൂടെ. എത്ര നാളായി എനിക്ക് മടുത്തു തുടങ്ങി നിന്റെ പുറകെയുള്ള ഈ നടത്തം. അതാണ്, എനിക്ക് ഇപ്പോഴേ മടുത്തു. ഇപ്പോഴേ എന്നെ മടുത്ത ഒരാൾ എങ്ങനെയാണ് എൻ്റെ കൂടെ ജീവിതം ഒഴിമിക്കുന്നത്? പൂജ അവനോട് കോപത്തോടെ ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞ നിന്റെ പുറകെയുള്ള നടത്തം മടുത്തുന്നാ, അല്ല നിന്നെ മടുത്തുന്നല്ല. മുദ്ര ശ്രദ്ധിക്കണം മിസ്റ്റർ. ഓ പിന്നെ നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് നിന്നെ വേണ്ട എന്നും പറഞ്ഞ് പൂജ അവനെ കടന്നുപോയി. നീ പോടി പോ. ദിപ്പ പോയ ആളാണ് പൂജ, നായികയാണ്. ദിവിടെ അവളെ നോക്കി നിൽക്കുന്ന, അവളുടെ പുറകെ ഒരു ജീവിതം വെച്ച് നീട്ടിക്കൊണ്ട് നടക്കുന്ന സുന്ദരനും സുമുഖനും സുശീലനും സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമായ വെറും 25 വയസ്സ് മാത്രമുള്ള ജിതിനാണ് നായകനാണ്. ഇവിടെ ഇപ്പോൾ നടന്ന ഏതാണ്ട് മനസ്സിലായി കാണുന്നു കരുതുന്നു. പൂജ ഒരു ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ജിതിൻ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ ജോബാണ്. ലീവ് എടുത്ത് വന്നതാണ്. എപ്പോഴും കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് വരുന്ന പൂജയെ കാണാനും അവളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനുമാണ്. പൂജയാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഈ വരവിനെങ്കിൽ അവളെ വളക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവളവിടെ പാട്ടിന് പോയി. അവനും മോളെ ഇതെന്ന് എനിക്കൊരു ഫോണ്. താഴെ നിന്ന് അമ്മയുടെ വിളി കേട്ട് പൂജ ചെന്ന് നോക്കി. അമ്മ ലാൻഡ് ഫോൺ പിടിച്ച് നിൽക്കുകയാണ്. പൂജ അത് പോയി വാങ്ങി ചെവിയിൽ വെച്ചു. ഹലോ ആരാ? ഹലോ പൂജയല്ലേ, ഞാനാ ജിതിൻ. നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഈ നമ്പർ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചു. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഞാനിപ്പോൾ വിളിച്ചത് നിന്നെ ശല്യപ്പെടുത്താനല്ല, ഒരു കാര്യം പറയാനാ. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. അവസാനമായിട്ട് ചോദിക്കുക, നിനക്ക് എന്നെ ഇഷ്ടമാണോ? സീരിയസ് ആയിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഈ വാക്ക് മാറി നീ പ്രതീക്ഷിക്കണ്ട. ശരി, ഞാൻ നിന്നെ കാണാനൊന്നും മിണ്ടാനുമാണ് കഷ്ടപ്പെട്ട് ലീവ് ഒപ്പിച്ച് വരുന്നത്. അപ്പോൾ അവൾ കൊടുക്കാതെ ജാട. എന്തായാലും എൻ്റെ ഈ വരവ് എല്ലാത്തവണത്തെയും പോലെ വേസ്റ്റ് ആയില്ല. എൻ്റെ വീട്ടുകാരെ എനിക്കൊരു പെൺകുട്ടി ആലോചിച്ചു. നിന്റെ പുറകെയൊക്കെ നടക്കുന്നെങ്കിലും ഭേദം വീട്ടുകാരെ കണ്ടെത്തുന്ന പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്ന. ഞാൻ തീരുമാനിച്ച അവളെ കെട്ടാൻ. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ പോകും. അതിനെല്ലാം മുന്നേ അവസാനമായിട്ട് നിന്നോടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചോദിച്ചു. ജിതിൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അവളാണെങ്കിൽ അവൻ പറഞ്ഞു കേട്ടൊരു ശരിയാണക്ക് നിന്നുപോയി. അവൻ പറഞ്ഞൊക്കെ കേട്ട് അവളുടെ ഉള്ളിൽ വലിയൊരു ഭാരം തിങ്ങി നിറഞ്ഞു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. എന്തിന്? അവൻ പരാവർത്തി തന്നോട് ചോദിച്ചല്ലേ. അപ്പോൾ താനല്ലേ അവന് വട്ടൊഴിപ്പിക്കാൻ വേണ്ടി ഇഷ്ടമായിരുന്നിട്ടും അല്ല എന്ന് പറഞ്ഞു. അവനാണ് ശരി, അവൻ്റെ വാക്കുകളാണ് ശരി. ഇനി അവൻ്റെ ജീവിതത്തിൽ തനിക്കൊരു സ്ഥാനമില്ല. ഇനി പുറകെ പോയാൽ ഒരു വാലാട്ടി പട്ടിയാവും. വേണ്ട, ഒന്നും വേണ്ട. അവനിപ്പോൾ ഹാപ്പിയാണ്. താനായിട്ട് തകർക്കേണ്ട. തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ജിതിൻ മോഹന്റെ ജീവിതത്തിൽ പൂജാവിനീതില്ല. ഡാ ഇത് വേണോടാ? ജിതിൻ്റെ ഫ്രണ്ട് റോഷൻ ചോദിച്ചു. വേണം. ഇനി വൈകിട്ട് എന്തായാലും അവൾ ആ സാറ ചേച്ചിയുടെ വീട്ടിൽ പോകുന്ന അറിഞ്ഞ്. അത് നീ അറിഞ്ഞോ? ഇതൊക്കെ അറിയാനാണോ പാട്? സാറ ചേച്ചിയുടെ കെട്ടിയത് ഞാൻ നല്ല കമ്പനിയാണ്. ഒരുപക്ഷെ പൂജയെ വളക്കാൻ വേണ്ടി കമ്പനിയായിന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയെ പറഞ്ഞ് ആട് വീട്ടിൽ നിന്ന് അവൾ ചെല്ലുന്നു. അവൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും നീ അവിടെ ചെല്ലുന്നു. എന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ തീരുമാനിക്കും അവൾ എനിക്കുള്ളതാണോ എന്ന്. അതായത് ഒരുമാതിരി ശോക ലുക്കാണെങ്കിൽ ഉറപ്പിച്ചോളിയാ. അവൾക്ക് എന്നോട് 143 എന്തോന്ന്? എടാ പൊട്ട, നീ നന്ദനം കണ്ടിട്ടില്ലേ? ഓ അത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അവളുടെ കൈയുടെ പാടാണോ അതോ ചെരുപ്പിന്റെ പാടാണോ നിന്റെ മേത്ത് പറ്റുന്ന ആവോ? പോടാ സാമദ്രോഹി. അങ്ങനെ പൂജ വൈകുന്നേരം സാറ ചേച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പൂജയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ്. പൂജക്കും ചേച്ചി തന്നെ. പുള്ളിക്കാരിയുടെ കെട്ടിയനാണ് തോമസ്. അവർക്കൊരു പെൺകുട്ടിയാണ്. 5 വയസ്സേ ഉള്ളൂ, അലീന. പൂജ അവിടെ എത്തിയപ്പോൾ മുന്നിൽ തന്നെ സാറയുണ്ടായിരുന്നു. ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. അടുത്ത് തന്നെ ഒരു പാവയും പിടിച്ച് അലീന നിൽപ്പുണ്ട്. പൂജയെ കണ്ടതും അലീന ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പൂജ അവളെ എടുത്ത് വട്ടം കറക്കി. അപ്പോഴാണ് അങ്ങോട്ടൊരു ബൈക്ക് വന്ന് നിന്നത്. ബൈക്കിൽ നിന്നും ജിതിന് റോഷൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. ആ ഇതാരൊക്കെയാ? വാ കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് സാർ അകത്തേക്ക് പോയി. ജിതിനാണെങ്കിൽ പൂജയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്ന തിരക്കിലാണ്. അവനെ കണ്ടത് മനസ്സ് ആദ്യം ഒന്ന് പതിരെങ്കിലും അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവൻ നോക്കുമ്പോൾ അവൾ കൂളായിട്ട് നിൽക്കുന്നു. ഡാഡിയാ, അവൾക്ക് നിന്നോട് 143 ഇല്ലടാ. റോഷൻ അവനോട് പതിയെ പറഞ്ഞു. വാ മോനെ, ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ലേ വേണ്ട, സാറ ചേച്ചിയുടെ ചായ കുടിച്ചിട്ട് പോവാം. ജിതിൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് റോഷൻ പൂജയുടെ നേരെ തിരിഞ്ഞു. അല്ല ഇയാളെന്താ ഇവിടെ? ചുമ്മാ വന്നതാ. പൂജയുടെ മറുപടി. ഓ എന്തു പറ്റി? ഒരു ഗൗരവം? ഒന്നുമില്ല എന്നും പറഞ്ഞ് പൂജ അലീനയും കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും റോഷൻ വീണ്ടും വിളിച്ചു നോക്കി. പൂജ തിരിഞ്ഞു. മോളത്തേച്ചല്ലേ, ഞങ്ങൾ ഈ ചേച്ചിയോടും സംസാരിക്കട്ടെ, റോഷൻ അലീനയോട് പറഞ്ഞു. അപ്പോൾ തന്നെ അലീന അകത്തേക്ക് പോയി. എന്താ കാര്യം? കാര്യവും കോഴിയൊക്കെ ആണെങ്കിലും തൻ്റെ കാര്യത്തിൽ സീരിയസ് ആണ് അല്ലേടാ? ചങ്ക് പണി തുടങ്ങി. ജിതിനൊന്നും മിണ്ടിയില്ല. പൂജയും മൗനം പാലിച്ചു. താനെന്തോടും മിണ്ടാത്തെ? തനിക്കറിയോ തന്നോടുള്ള പ്രണയിക്കാൻ എത്ര പ്രപ്പോസൽസാണ് ഇവന് മുടക്കിയെന്ന്? അവന് വന്നല്ല, തനിക്ക് വന്ന്. പൂജ അപ്പോഴൊന്നും മിണ്ടിയില്ല. പക്ഷെ റോഷൻ പറഞ്ഞിട്ട് അവൾക്ക് ചെറുതായി ചിരി വന്നിരുന്നു. അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അവൾ നിന്നു. പൂജ താൻ പോയിക്കോ, ഇവൻ ചുമ്മാ അവരൊന്നും പറയുന്ന ഒന്നും വേണ്ട, നമ്മൾ തീരുമാനിച്ചല്ലേ. അടയാ
അപ്പോൾ 143? ഒന്ന് മിണ്ടാണ്ടിരിക്കുന്ന കൊല്ലം തരണോ? പൊറോട്ട വാങ്ങി തരുവോടോ? ഓടാ. ഒരു പരിപ്പോടെയെങ്കിലും. അവർ ചുമ്മാ ഓരോന്ന് പറഞ്ഞു നിൽക്കുന്ന കണ്ട പൂജ അകത്തേക്ക് കയറിപ്പോയി. അവള് പോയി, നമുക്കിനി വേറെ നോക്കടാ. വേണ്ട, നീ നോക്കിക്കോ. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് പൂജ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കും, പറയിപ്പിക്കും. അവള് പറഞ്ഞില്ലെങ്കിൽ അളിയ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ പോരെ. അതിന് ആര് ചാവുന്നു? ഒന്ന് പോടപ്പാ. അവളെ ഇന്ന് തന്നെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കും. കുപ്പിയിലാക്കാൻ നീ ആരടാ? കുട്ടൂസനാവും. അവളാരാ? മായാവിയോ? അയ്യോ, തമാശ. പക്ഷേ കുറച്ച് സമയത്തേക്ക് അവൾക്ക് വേണ്ടി ഞാൻ കുട്ടൂസനാവും. അവള് മായാവി. കുട്ടൂസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മായാവിയാവും. ഓടാ, നീ നോക്കിക്കോ. ജിതിൻ മോഹന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പൂജാ വിനീത് മാത്രമായിരിക്കും. ഹലോ, അശ്വതിയല്ലേ? ഞാനാ ജിതിൻ. അമ്മ പറഞ്ഞില്ലേ? ജിതിൻ ഫോണും ചെവിൽ പിടിച്ച് സംസാരിച്ചുകൊണ്ട് പൂജയുടെ അടുത്ത് വന്ന് നിന്നു. ഏത് അശ്വതി? ഈ നാട്ടിലാവാൻ സാധ്യതയില്ല. എനിക്കറിയാത്ത അശ്വതിയോ? അച്ഛൻ്റെ ഒരു കാര്യം ആണോ? അതിനെന്താ, നമുക്കൊന്നും കാണാലോ. യാരിത്? ഇവരിത് ഏത് പെണ്ണോടെ ദേവി സംസാരിക്കുന്നേ? റോഷൻ അഗൈൻ ആത്മ. റോഷൻ ജിതിനെ നോക്കി ആരായെന്നൊക്കെ കോക്രിയാടി ചോദിച്ചു. അപ്പോൾ ജിതിൻ പൂജയെ നോക്കാൻ കണ്ണു കാണിച്ചു. റോഷൻ പൂജയെ നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖമായി നിൽക്കുന്നു. ജിതിന്റെ അച്ഛനോടുള്ള പെരുമാറ്റം അവൾക്ക് ഇഷ്ടമായില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് അവളുടെ മുഖഭാവം കണ്ട് ചിരി വന്നു. അവളെ കാണിക്കാനാണ് ജിതിൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് റോഷന് മനസ്സിലായി. അവൻ ജിതിനെ നോക്കി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് യു കണ്ടിന്യൂ എന്ന് കൈ കാണിച്ചു. പൂജ തിരിച്ച് ജിതിനും തലയാട്ടി കൊടുത്തു. പിണങ്ങില്ലേടാ, നമുക്കുടനെ കാണാലോ. ഞാൻ പാട്ട് പാടി തന്നാ പിണങ്ങില്ലെന്നോ? പിന്നെന്താ, പാടാലോ. എൻ്റെ അച്ഛനു വേണ്ടി ഏത് പാട്ട് വേണേലും ഞാൻ പാടും. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ. ജിതിൻ പാടിയത്തേയും പെട്ടെന്നൊരു സൗണ്ട്. ടപ്പേ. വേറൊന്നുമല്ല, ജിതിന്റെ കവിളിൽ സ്നേഹം കൂടിയപ്പോൾ പൂജയൊന്ന് തലോടിയതാ. ജിതിൻ പെട്ടെന്നായതുകൊണ്ട് ഞെട്ടി തരിച്ചു പോയി. അപ്രതീക്ഷിതമായി പൂജ അവന്റെ ഫോൺ പിടിച്ചു വാങ്ങി നോക്കി. അപ്പോൾ കണ്ടത് റോഷു കോളിംഗ് എന്നാ. റോഷനെയാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അവള് റോഷനെ നോക്കി. അവനാണെങ്കിൽ ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുക. നിന്റെ ഫോൺ എവിടെ? റോഷനോടായി പൂജ ചോദിച്ചു. അത് എവിടെയാ? എന്നോടാണ് ചോദിക്കുന്നത്, സത്യം പറഞ്ഞോ. അവന്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ജിതിൻ പാനിന്റെ പോകലിൽ നിന്ന് റോഷന്റെ ഫോൺ എടുത്ത് കാണിച്ചു. അവർ രണ്ടുപേരെയും പൂജ തുറിച്ചു നോക്കി. ജിതിൻ, ഇങ്ങനെ കള്ളത്തരം കാണിച്ചത് നിനക്ക് എന്ത് കിട്ടുന്നു? എന്റെ സ്നേഹം സമ്പാദിക്കാനാണോ നീ വിഡ്ഢിവേഷം കിട്ടുന്നത്? പറ ജിതിൻ. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച എന്റെ സ്നേഹമല്ല, പകരം വെറുപ്പേ നിനക്ക് കിട്ടൂ. അത്രയും പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി. അവൻ വിഷമത്തോടെ അവിടെ ഇരുന്നു. ഇല്ല പൂജ, നിന്നെ ഞാൻ വിട്ടുപോയില്ല. നീ എനിക്കായി ജനിച്ച പെണ്ണാണെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞവനാ. അസ്ഥിക്ക് പിടിച്ചുപോയി പെണ്ണേ. നീയില്ലാതെ ഒരു പെണ്ണിനും എൻ്റെ ജീവിത സഖിയാവാൻ പറ്റില്ല. അവളടിച്ച കവിളിൽ കൈവച്ച് അവൻ മനസ്സിൽ പറഞ്ഞു. അളിയാ, റോഷൻ അവനെ വിളിച്ചു. അവൾ എൻ്റെ പെണ്ണല്ലേ, ഭാവിയിൽ കിട്ടുന്നതിൽ നിന്നൊന്ന് കുറഞ്ഞു കിട്ടി, അത്രയും ആശ്വാസം. ജിതിൻ പറഞ്ഞിട്ട് റോഷൻ ചിരിച്ചു. നല്ല വേദനയുണ്ടോടാ? നല്ല സുഖം. സാറില്ല, ഇപ്പൊ എന്നെ അടിച്ച അവള് തന്നെ. അവളടിച്ച അതേ കവിളിൽ ചുംബിക്കും. നോക്കാം. പൂജ പിന്നെ കുറെ തവണ ജിതിനെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല. ജിതിനാണെങ്കിൽ അവിടെ പുറകെയുള്ള നടത്തം അവസാനിപ്പിച്ചില്ല. നടന്ന് ബാറ്റയുടെ ചെരുപ്പ് തേഞ്ഞ മിച്ചം. ഒരു ദിവസം രാവിലെ ജിതിനെ തേടി ഒരു കോൾ വന്നു പൂജയുടെ. അവനൊന്ന് സംശയിച്ചിരുന്നു. പിന്നെ ഫോൺ എടുത്തു. ഹലോ, ആരാന്നോ? നാഴികക്ക് 40 തവണ ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുന്ന സാധനമാണ്. ചോദിക്കുന്നിട്ടില്ലേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് ടെൽ മീ ഫോർ യു. ജിതിൻ പ്ലീസ്, തമാശ അടിക്കാൻ ടൈമില്ല. ഞാനിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ. അപകടോ? എന്തപകടം? അത് നേരി കാണുമ്പോൾ പറയാം. നീ ഒന്ന് പെട്ടെന്ന് വരുമോ? എവിടെ പറയണ്ട്? അത് ഞാൻ വാട്സാപ്പ് ചെയ്യാം. ശരി, ഞാൻ വെക്കുക. എന്താ പൂജ, എന്താ പ്രോബ്ലം? അത് ജിതിൻ, രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. പോലീസ് പിടിച്ചു, ഫൈൻ അടക്കണം. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാശൊന്ന് ഹെൽപ്പ് ചെയ്യണം. ജിതിനെ കാണുന്നത് പൂജ ഓടിയാന്ന് അവനോട് പറഞ്ഞു. പൂജ, എൻ്റെ കയ്യിൽ കാശില്ല, എന്നാൽ താനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ATM എടുക്കാം എന്ന് പറഞ്ഞ് ജിതിൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അധികം വൈകാതെ തന്നെ ജിതിൻ എത്തി. ഫൈൻ അടച്ച് പൂജയും കൂട്ടി മാറി നിന്നു. താങ്ക് യു സോ മച്ച് ജിതിൻ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഉപകാരം മറക്കില്ലായിരിക്കാം, പക്ഷെ അത് ചെയ്ത് തന്നെ മറക്കുമോ? ഇല്ല, ഒരിക്കലും മറക്കില്ലെന്ന് മാത്രമല്ല, അത് ചെയ്ത ആൾ ജീവിതാവസാനം വരെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൂജ, താനെന്നെ പറ്റിക്കുകയാണ്. ചുമ്മാ ഓരോന്ന് വെറുതെ വിളിച്ചു പറയില്ല കേട്ടോ. അല്ല ജിതിൻ, സത്യമാണ്. ഇയാൾ എനിക്ക് എന്നും സ്പെഷ്യലായതുകൊണ്ട് മാത്രമാണ്. ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഇയാളുടെ മുഖം കടന്നു വന്നു. പൂജ,
എന്തുകൊണ്ട് അവൻ്റെ ശബ്ദം ഇടറി. സത്യം തന്നെയാ പറഞ്ഞ ജിതിൻ. അവൻ ആ സമയം ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അനുഭവപ്പെട്ട്. പൂജ, എനിക്ക് എന്തു പറയണമെന്നറിയില്ല. നിനക്കെന്നെ ഇഷ്ടമായിട്ടും നീ എന്തിനാ എന്നോട് നോ പറഞ്ഞ്? അതോ അത് ചുമ്മാ നിന്നെ ഒന്ന് വട്ടാക്കാന്ന് കരുതി. പിന്നെ ഇപ്പം എന്തിനാ പറഞ്ഞ്? അത് എന്തോ പറയാൻ തോന്നി. അപ്പം ശരി, ഞാൻ പോവാ, പൂജ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ? അന്ന് നീ എനിക്ക് കവളിലൊരു അടിയല്ലേ അന്ന് ഞാനത് ക്ഷമിച്ചു. പക്ഷേ ഇപ്പം നീ എനിക്ക് പകരം ഒരു ഉമ്മ തരണം. അത് ഞാൻ അന്നേ റോഷനോട് പറഞ്ഞതാ. ആണോ മോനെ? എന്നാലേ അതിന് ടൈമായിട്ടില്ല. നീ എന്നെ കെട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം അന്ന് ഞാൻ തരും. ഇപ്പം തരണം നിർബന്ധമില്ലാലോ. ഉണ്ടെങ്കിൽ അന്ന് അടി റിപ്പീറ്റ് ചെയ്യും. വേണ്ട, കെട്ട് കഴിഞ്ഞിട്ട് മതി. ഫിക്സ്. ഫിക്സ്.